ഗൈസ്, ഐ ആം ലക്ഷ്മി. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എൻ്റെ ഒരു മോർണിംഗ് സ്കിൻ കെയർ ആണ്. അപ്പോൾ ഗൈസ്, ഞാൻ ഇപ്പോൾ എഴുന്നേറ്റിട്ടുള്ളൂ. ഇനി നമുക്ക് പല്ല് തേക്കണം. അപ്പോൾ പല്ല് തേച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സ്കിൻ കെയർ ചെയ്യാം. ഈ ബ്രഷ് ചെയ്യുന്നതിൻ്റെ കാര്യത്തിൽ ഇപ്പോഴത്തെ കാലത്ത് കുറച്ച് കോൺട്രവേഴ്സികളൊക്കെ നടക്കുന്നുണ്ട്. അതിലൊരു ഭാഗം പറയുന്നത് നമ്മൾ എണീറ്റ ഉടനെ ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ ബ്രഷ് ചെയ്യണമെന്നും മറ്റു ചിലർ പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ബ്രഷ് ചെയ്യണമെന്നുമാണ്. എന്തായാലും എനിക്ക് ബ്രഷ് ചെയ്തതിന് ശേഷമേ ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ. ഞാൻ ഈ ബ്രഷ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ എൻ്റെ ലിപ്പും കൂടെ ബ്രഷ് ചെയ്യാറുണ്ട്. കാരണം അതൊരു എക്സ്ഫോളിയേഷൻ ആണ്. വളരെ ജെൻറ്റിലായിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ചുണ്ട് പൊട്ടാനും സാധ്യതയുണ്ട്. അങ്ങനെ നമ്മുടെ ബ്രഷിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിതേ ഫേസ് വാഷ് ചെയ്യാൻ പോവാണ്. ഫേസ് വാഷ് ചെയ്യാൻ ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഡെർമാക്കോയുടെ 1% സാലിസിലിക് ആസിഡിൻ്റെ ജെൽ ഫേസ് വാഷ് ആണ്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ മുഖത്ത് നല്ല ആക്നെ വന്നിട്ടുണ്ടായിരുന്നു. നിറയെ കുരുക്കളായിരുന്നു. ആ സമയത്താണ് ഞാൻ ഈ ഒരു ഫേസ് വാഷ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. കാരണം ഈ ഫേസ് വാഷിലുള്ള സാലിസിലിക് ആസിഡ് നമ്മളുടെ ആക്നേസിനെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും. നിങ്ങൾക്കിപ്പോൾ ഫേസിൽ ആക്റ്റീവായിട്ടുള്ള ആക്നെ ഉണ്ടെങ്കിൽ ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്താൽ കറക്റ്റ് അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും കേട്ടോ. പിന്നെ ഈ ഒരു ഫേസ് വാഷ് നമ്മുടെ സ്കിന്നിനെ ചെറുതായിട്ടൊന്ന് ഡ്രൈ ആക്കും. അതാണ് ഇതിൻ്റെ കുറച്ച് ഡിഫക്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ അതില്ലെങ്കിൽ ഇതൊരു അടിപൊളി പ്രൊഡക്റ്റാണ്. ഫേസ് വാഷ് ചെയ്ത ശേഷം നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന തോർത്ത് ഉപയോഗിച്ച് നമ്മുടെ ഫേസിൽ തുടയ്ക്കാൻ വേണ്ടി പാടില്ല. നമ്മുടെ ഫേസിന് എപ്പോഴും സെപ്പറേറ്റ് ഒരു ക്ലോത്ത് വെക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. എത്രയൊക്കെ സ്കിൻ കെയർ ചെയ്താലും നമ്മൾ കഴിക്കുന്ന ഫുഡിനും നമ്മൾ കുടിക്കുന്ന വെള്ളത്തിനനുസരിച്ചാണ് നമ്മുടെ സ്കിന്ന് പ്രവർത്തിക്കുക. അതുകൊണ്ട് നന്നായിട്ട് വെള്ളം കുടിച്ച് നല്ല ഫുഡുകളൊക്കെ കഴിക്കുക. ഞാനിവിടെ ടോണറായിട്ട് എടുക്കുന്നത് ബഞ്ചാരാസിൻ്റെ റോസ് വാട്ടർ ആണ്. ഇതിപ്പോൾ ദേ കഴിയാറായി, അത്രയ്ക്ക് നമ്മൾ ഉപയോഗിച്ചു. അപ്പം റോസ് വാട്ടർ തന്നെയാണ് ടോണറായിട്ട് എപ്പോഴും അഫോർഡബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ അത് തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. അത് മെല്ലെ ഡാബ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ നമ്മുടെ മുഖത്ത് ചെയ്യുമ്പോഴും അത് നമ്മൾ കഴുത്തിലും കൂടെ ചെയ്യണം. അത് ടോണർ ആയിക്കോട്ടെ, മോയ്സ്ചറൈസർ ആയിക്കോട്ടെ, സൺസ്ക്രീൻ ആയിക്കോട്ടെ, എന്ത് തന്നെ ആയാലും. നിങ്ങൾക്കിപ്പോൾ ഏത് തരം സ്കിന്നായാലും, ഓയിലി ആയിക്കോട്ടെ, കോമ്പിനേഷൻ ആയിക്കോട്ടെ, ഡ്രൈ സ്കിൻ ആയിക്കോട്ടെ, സ്കിൻ കെയറിൽ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് മോയ്സ്ചറൈസർ. നാട്ടിലായിരുന്ന സമയത്ത് ഞാൻ മോയ്സ്ചറൈസർ ഒന്നും യൂസ് ചെയ്തിരുന്നില്ല. എൻ്റെ സ്കിൻ എന്ന് പറയുന്നത് ഓയിലി ആണ്, സെൻസിറ്റീവ് ആണ്, ആക്നെ ഉള്ള സ്കിന്നും ആണ്. അതുകൊണ്ട് തന്നെ എനിക്കൊരു മോയ്സ്ചറൈസർ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ടഫായിരുന്നു. അങ്ങനെ ഞാൻ അവസാനം കണ്ടുപിടിച്ചതാണ് ഈ ലാക്ടോ കലാമിൻ്റെ ഫേസ് ലോഷൻ. ഇത് ആക്നെ സ്കിന്നുള്ളവർക്കും ഓയിലി സ്കിന്നുള്ളവർക്കും നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസറാണ്. അപ്പോൾ എൻ്റെ പോലെ ആക്നെ, ഓയിലി, സെൻസിറ്റീവ് സ്കിന്നുള്ള ആളുകൾ നല്ലൊരു മോയ്സ്ചറൈസർ കിട്ടാതെ കൺഫ്യൂഷൻ ആയിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ഒരു ലാക്ടോ കലാമിൻ്റെ ഫേസ് ലോഷൻ ഉപയോഗിച്ച് നോക്കൂ കേട്ടോ. ഫേസ് എല്ലാം മോയ്സ്ചറൈസ് ചെയ്തതിന് ശേഷം അടുത്തതായിട്ട് ഞാൻ സൺസ്ക്രീൻ ആണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഡെർമാക്കോയുടെ തന്നെ 1% ഹൈലറോണിക് ആസിഡിൻ്റെ സൺസ്ക്രീൻ അക്വ ജെല്ലാണ്. ചില ആളുകൾ വീട്ടിലിരിക്കുന്ന സമയത്ത് സൺസ്ക്രീൻ യൂസ് ചെയ്യാറില്ല. പക്ഷേ ഇത് ഏറ്റവും വലിയ മിസ്റ്റേക്കാണ്. നമ്മൾ പുറത്ത് പോകുമ്പോൾ മാത്രമല്ല, നമ്മൾ വീടിനകത്തിരിക്കുമ്പോഴും സൺസ്ക്രീൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സൂര്യനിൽ നിന്നുള്ള UV റേറ്റ്സ് നമ്മുടെ ജനാല വഴി നമ്മുടെ ശരീരത്തിലെത്താം. അത് മാത്രമല്ല, നമ്മൾ ഫോൺ ഉപയോഗിക്കുമ്പോഴും ലാപ്ടോപ്പ് ഉപയോഗിക്കുമ്പോഴും TV കാണുമ്പോഴൊക്കെ അതിലെ ബ്ലൂ ലൈറ്റ് നമ്മുടെ സ്കിന്നിന് പിഗ്മെൻറ്റേഷൻ ഉണ്ടാവാനും ഡൾനെസ് ഉണ്ടാവാനും ഏർലി ഏജിങ് വരാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ വീടിനകത്തിരിക്കുമ്പോഴും സൺസ്ക്രീൻ യൂസ് ചെയ്യണം. അടുത്ത സ്റ്റെപ്പാണ് ലിപ് ബാം അപ്ലൈ ചെയ്യാന്നുള്ളത്. ഇത് ഇവ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു ലിപ് ബാം ആണ്. ഇതിൽ കൊക്ക ബട്ടറും വൈറ്റമിൻ ഇയും അടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മെയിൻ സ്കിൻ കെയർ സ്റ്റെപ്പെല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ മുടി ഒന്ന് അഴിച്ച് കെട്ടിവെക്കാൻ വേണ്ടി പോവാണ്. അതും കൂടെ കഴിഞ്ഞാൽ ഇന്നത്തെ മോർണിംഗ് റുട്ടീൻ കംപ്ലീറ്റ് ആയി. എൻ്റെ മുടിയിൽ എത്ര ജട കളഞ്ഞു വെച്ചാലും പിന്നെയും വേഗം ജട പിടിക്കുന്ന ഒരു ടൈപ്പ് മുടിയാണ്. ഞാൻ എൻ്റെ മുടിയിൽ ഇതുവരെ ഹെയർ സിറംസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഓയിൽ അപ്ലൈ ചെയ്തിട്ട് തന്നെയാണ് ഈ ജടയെല്ലാം കളയാറുള്ളത്. ഇവിടെ ബാംഗ്ലൂർ നല്ല തണവായതുകൊണ്ട് തന്നെ ഓയിൽ നല്ല കട്ട പിടിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ സാധാരണയായിട്ട് കാച്ചി എണ്ണയാണ് ഉപയോഗിക്കാറുള്ളത്. അത് കഴിഞ്ഞതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് പാരച്യൂട്ട് ഓയിലാണ്. എല്ലാ ദിവസവും ഒരുപാട് എണ്ണ വാരിക്കോരി തലയിലിടേണ്ട യാതൊരു ആവശ്യമില്ല. ചെറുതായിട്ട് എണ്ണ എടുത്ത് നമ്മൾ ഡ്രൈ ആയിട്ടിരിക്കുന്ന ഏരിയാസിലൊക്കെ അപ്ലൈ ചെയ്ത് കെട്ടിവെച്ചാൽ തന്നെ മുടി നല്ല പോലെ ഇരിക്കും. ഞാൻ ആഴ്ചയിൽ ഒരിക്കലാണ് നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കുളിക്കാറുള്ളത്. ബാക്കി എല്ലാ ദിവസവും ഇതുപോലെ ചെറുതായിട്ട് എടുത്ത് മുടിയുടെ ജട കളഞ്ഞ് കെട്ടിവെക്കാറാണ് പതിവ്. ബാംഗ്ലൂർ വന്ന ശേഷം ഞാൻ ദിവസവും തല നനയ്ക്കാറില്ല. കാരണം ഇവിടെ ക്ലോറിൻ വാട്ടർ ആയ കാരണം തല കുളിച്ചാലും എൻ്റെ മുടി പോവും, തല കുളിച്ചില്ലെങ്കിലും മുടി പോവും. അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോഴും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും ഞാനൊരു ബാലൻസിൽ കൊണ്ടുപോവാണ്. എത്രയൊക്കെ ശ്രമിച്ചാലും മുടി കൊഴിച്ചിൽ തീരെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇത്രയെങ്കിലും മുടി ദിവസവും പോവും.
അങ്ങനെ മുടിയുടെ ജടയെല്ലാം കളഞ്ഞ് ദേ ഞാൻ നല്ല കുട്ടിയായിട്ട് ക്ലിപ്പൊക്കെ ഇട്ട് കെട്ടിവെച്ചു. ഇപ്പോൾ എങ്ങനെയുണ്ട് ഗൈസ്? എന്നെ കാണാൻ നല്ല ഭംഗിയില്ലേ? സ്കിൻ കെയർ ചെയ്യുമ്പോൾ തന്നെ നല്ല നാച്ചുറൽ ഗ്ലോ ഒക്കെ വരും കേട്ടോ. അപ്പോൾ ഇനി ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സ്കിൻ കെയർ ഫോളോ ചെയ്യുക. അപ്പോൾ ശരി, ബൈ ഗൈസ്.